നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടവാദനാൽ വിരചിതമായ നാരായണീയത്തിലെ ധ്രുവചരിതമിതി 17ാമത്തെ ദശകത്തിലെ 2ാമത്തെ ശ്ലോകമാകുന്നു നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകം ശ്രദ്ധിക്കുക. അങ്കേപിതു സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോധിരോക്ഷ്യൻ ആജിക്ഷേപേ കില ശിശു സുതരാം സുരുച്യ ദുസ്സന്ധ്യജാ ഖലു ഭവത് വിമുഖൈരസൂയ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അങ്കേ പിതുഹു സുരുചിപുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതിസുതഃ അധിരോക്ഷ്യൻ ആജിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യ ദുസ്സന്ധ്യജാഃ ഖലു ഭവത് വിമുഖൈഃ അസൂയ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. പിതുഹു അങ്കേ സുരുചിപുത്രകം തം ഉത്തമം ദൃഷ്ട്വാ സുനീതിസുതഃ ധ്രുവഃ അധിരോക്ഷ്യൻ ശിശുഃ സുതരാം സുരിച്യ ആജിക്ഷിപേ കില ഭവത് വിമുഖൈഃ അസൂയ ദുസ്സന്ധ്യജ ഖലു. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. കഴിഞ്ഞ 1ാമത്തെ ശ്ലോകത്തിൽ നാം സൂചിപ്പിച്ചു കഴിഞ്ഞു, ഉത്താനപാദന് തൻ്റെ പ്രഥമ ഭാര്യയായ സുരുചിയിലായിരുന്നു അങ്ങേയറ്റം താല്പര്യം. ഭർത്താവിനാൽ അനാദരിക്കപ്പെട്ട സുനീതി തൻ്റെ ഭക്തി മുഴുവനും മഹാവിഷ്ണുവിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അച്ഛൻ്റെ മടിയിൽ സുരുചിപുത്രനായ ഉത്തമൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ധ്രുവനും ആഗ്രഹമുണ്ടായി തൻ്റെ പിതാവിൻ്റെ മടിയിലിരിക്കുവാൻ. ആ ശ്രമം ധ്രുവൻ നടത്തുകയും ചെയ്തു. ഇത് കണ്ട് കുപിതയായ സുരുചി വളരെ നിന്ദ്യമായ ഭാഷയിൽ, മോശമായ ഭാഷയിൽ ധ്രുവനെ അധിക്ഷേപിച്ചു, അപമാനിച്ചു. ഭവാനിൽ വിമുഖരായ വ്യക്തികൾക്കൊരിക്കലും അസൂയ ഉപേക്ഷിക്കാൻ കഴിയുക ഇല്ലല്ലോ. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.